ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപാളി അറ്റകുറ്റപ്പണികൾക്കായി ഇളക്കിയതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി. 1999 സ്വർണം പൊതിഞ്ഞ പാളി 2019 ചെമ്പ് പാളികളായി മാറിയെന്നും കോടതി. മക്സറിൽ ചെമ്പ് പാളി എന്നാണ് രേഖപ്പെടുത്തിയതെന്നും ഇതിൽ സ്വർണം പൊതിഞ്ഞതായി പരാമർശമില്ലെന്നും ഉത്തരവിൽ. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാൻ. മുജ്തബ, എന്താണ് വിഷയത്തിൽ കോടതി പറഞ്ഞത്? ഈ സ്വർണ്ണപാളികൾ കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വാങ്ങാത്തൊരു സാഹചര്യത്തിലാണ് ഈ വിഷയം വളരെ സൂക്ഷ്മമായി തന്നെ അതിന്റെ അളവുൾപ്പെടെ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് സ്വർണം പൊതിഞ്ഞു, അതോടൊപ്പം തന്നെ അറ്റകുറ്റപ്പണികൾ എന്തൊക്കെ നടത്തി എന്നതുൾപ്പെടെ വളരെ വിശദമായി എല്ലാ രേഖകളും വിളിച്ചു വരുത്തി ഹൈക്കോടതി പരിശോധിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ തുടരാം. കാര്യം ആ ഗോൾഡ് ഇപ്പോൾ ഒരു ദ്രാവക രൂപത്തിലാണ്. അതങ്ങനെ അതിന്റെ പണി നിർത്തിവെക്കേണ്ടതില്ല. തൽക്കാലം പണി തുടരാം. പക്ഷേ എപ്പോൾ പണി പൂർത്തിയായോ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം ഉടൻ തന്നെ തിരികെ കൊണ്ടുവരണമെന്നൊരു ഉത്തരവ് രാവിലെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതാണ്. ഇപ്പോൾ അതിന്റെ വിശദമായ ഉത്തരവിലാണ് ഹൈക്കോടതി ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയം ഇപ്പോൾ കൊണ്ടുപോയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്രമായ അന്വേഷണം അത് കോടതിക്ക് ആ രൂപത്തിലുള്ളൊരു ബോധ്യമാണ് വരുന്നത്. ആ വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ സ്വർണ്ണപാളി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്താൻ സ്പോൺസർക്ക് അനുമതി നൽകിയ ബോർഡിന്റെ പ്രവൃത്തിയിൽ കോടതി ചില സംശയങ്ങൾ. എന്താണ് അതിന് ആസ്പദമായ സംഭവം? പ്രത്യേകിച്ച് 99 ഈ അന്ന് പാളികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് അന്ന് സ്വർണം പൊതിഞ്ഞതാണെന്നൊരു കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല പിന്നീട് അത് 2019 ഈ അറ്റകുറ്റപ്പണികൾക്കായി നേരത്തെ ഒരു തവണ കൊണ്ടുപോയിരുന്നു. പക്ഷേ അന്ന് മഹസറിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ അനുസരിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ഇത് സംബന്ധിച്ച വിവരങ്ങൾ അനുസരിച്ച് സ്വർണം പൊതിഞ്ഞ പാളികൾ എന്ന് കൃത്യമായി പറയാതെ ചെമ്പ് പാളികൾ എന്നാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ സ്വർണം പൊതിഞ്ഞതായി ഏതെങ്കിലും തരത്തിലുള്ള പരാമർശമില്ല. മാത്രമല്ല അങ്ങനെ പൊതിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഒരു രേഖകൾ കാണുമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച ദ്വാരപാലക വിഗ്രഹങ്ങൾ ഒരു സെറ്റ് കൂടി ഉണ്ടെന്ന് സ്പോൺസറിൽ നിന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇതുവരെ ചീഫ് വിജിലൻസ് ഓഫീസർക്ക് അത് കണ്ടെത്താനായിട്ടില്ല. ഇക്കാര്യങ്ങളിലും സമഗ്രമായ അന്വേഷണം വേണമെന്ന് കോടതി പറയുന്നുണ്ട്. ശരി, അഹമ്മദ് മുജ്തബയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.